കേറി വേണം മക്കളെ. കയ്യും തലയും പുറത്തിടരുത്. ഹേ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ബോറോ കേവിലേക്കാണ് പോകുന്നത്. മിയാക്കുട്ടിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് വന്നുകൊണ്ട് വേണ്ടി മിയാക്കുട്ടി കിളി പോയിരിക്കണം. കിളി പോയിരിക്കും. ഇച്ചിരി കഴിയുമ്പം കിളി വരും അല്ലേ? ഇത് ബാംഗ്ലൂരോ? സാധാരണ നമ്മൾ യാത്ര പോകുമ്പോൾ എങ്ങനെയാ, നല്ല വൈബായിട്ടുള്ള പാട്ടും കേട്ട് നല്ല അടിച്ചു പൊളിച്ചു പോകും. ഇവിടെ നോക്കി സന്തോഷ് കുളങ്ങരയുടെ എപ്പിസോഡും കണ്ടോട്ടോ. അവരുടെ ആമസോൺ കാർഡുകളും വീരപ്പന്റെ ചരിത്രമൊക്കെ കേട്ടോ അവരുടെ മെയിന്. നമ്മുടെ മിയാക്കുട്ടി ഇതൊക്കെ കേട്ടിട്ട് ഉറങ്ങിപ്പോയി. കൂടത്തിൽ നമ്മുടെ അമ്മച്ചി ജീസസ് ലിസാർഡ് എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി വേണ്ടയാടും. ഈ പറഞ്ഞുള്ള പോക്ക് ഗുഹയൊക്കെ ഇരിക്കുന്നത് കാട്ടിലല്ലോ അമ്മേ. മലമുകളിൽ പോയിട്ട് ഗുഹ കാണാനാണ് നമ്മള് പോണേ. അതിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും അതല്ലേ ഉള്ളൂ എന്നേ പറയുള്ളൂ. താജ്മഹൽ കണ്ടാ കുഴപ്പമില്ല. അമ്മമാരെവിടെയും ഉണ്ട് കേട്ടോ. മീക്കുട്ടി മീക്കുട്ടി ഞാൻ വിളിക്കുന്നു. ആരെയും കാണുന്നില്ല അവിടെ പോയി. ഹലോ ഹായ്. മീയക്കുട്ടി ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ എന്തോ ഒരു മൂഡ് വന്നു. ഇതേപോലെ ഈ റെയിനോട് പോവും. റെയിൻ അവിടെ ഇരുന്ന എല്ലാത്തിനും പിടിച്ചു നമുക്കല്ലേ കേട്ടോടാ. ഇവിടെ പിടിച്ചേ എന്ന് കഴിഞ്ഞാൽ കറക്കണം. ഒന്നും കച്ചൂല്ലോ. വണ്ടി എന്നെ പോവാത്തതാണോ? അവിടെ ഓടിച്ചിട്ട് വണ്ടി മുന്നോട്ട് പോണില്ല. വണ്ടി പോവാ. ദോശ ദോശ ఇక్కడ రూమ్స్ ఉండవన్నా. ഇത് കണ്ടേ ഞാൻ കഴിച്ചിട്ട്. ഇങ്ങോട്ട് പോയി ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ നമ്മള്. ഫൈനലി നമ്മൾ ബോറോ കേവിൽ എത്തിട്ടോ.
ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓർമ്മയിലേക്ക് വന്നത് മഞ്ഞുമൽ ബോയ്സ് ആട്ടോ. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഘട്ടത്തിലെ അനന്തഗിരി കുന്നുകൾക്കുള്ളിൽ പ്രകൃതി സൃഷ്ടിച്ച ഒരു വിസ്മയമാട്ടോ നമ്മുടെ ഈ ബോറ ഗുഹ. ഇന്ന് അവയുടെ അത്ഭുതകരമായ ചരിത്രത്തിലേക്ക് നമുക്കൊരു യാത്ര നടത്തിയാൽ 1807 ബ്രിട്ടീഷ് ഭൗമശാസ്ത്രജ്ഞൻ വില്യം കിങ് ജോർജാണ് ശാസ്ത്രീയമായി ഈ ഗുഹ കണ്ടെത്തിയത്. പക്ഷേ ഇവിടുത്തെ പ്രാദേശിക ആദിവാസികൾക്ക് ഈ ഗുഹകൾ ഏറെക്കാലമായി പരിചിതമായിരുന്നു. ബോറ കേവിന്റെ ഐതിഹ്യം ഇങ്ങനെയാട്ടോ. ഒരിക്കൽ ഒരു പശു നിലം പൊളിഞ്ഞ് താഴേക്ക് വീണു. തിരഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ഈ ഗുഹ കണ്ടെത്തി. അകത്ത് ശിവലിംഗത്തിന്റെ രൂപവും കൂടെ കണ്ടപ്പോൾ അവർ അതിനെ ദൈവീകമായി ആരാധിക്കാൻ തുടങ്ങി. ബോറോ കേവിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാട്ടോ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഗോസ്താനി നദിയുടെ ജലപ്രവാഹം കൊണ്ടാണ് ഈ ഗുഹ രൂപപ്പെട്ടതെന്നാട്ടോ പറയപ്പെടുന്നത്. ഈ ഗുഹയിലെ പല രൂപങ്ങളെ കാണുമ്പോഴും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശിവപാർവതി പ്രതിമയുടെയും പോലെ തോന്നും. ജാദപ്പൂ പോർജ പോലെയുള്ള ആദിവാസികൾ ഈ ഗുഹകളെ വിശുദ്ധ സ്ഥാനമായി കരുതപ്പെടുന്നു. പാലിയോളിത്തിക് കാലത്തെ കല്ലുപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യവാസം നടന്നിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. ഈ ബോറ ഗുഹകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹകളിലൊന്നാണ്. 200 മീറ്റർ വരെ ആഴമാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഇത് ടൂറിസത്തിന് വേണ്ടി മനോഹരമായ ലൈറ്റിങ്ങോട് കൂടിയാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്നവർക്ക് എൻട്രി ഫീസും ഉണ്ട്. ഒരാൾക്ക് 80 രൂപയാട്ടോ വരുന്നത്. ആ പൈസയ്ക്ക് മുതലാവുന്ന കേട്ടോ നമ്മുടെ ഈ ബോറ ഗുഹ. വയനാട്ടിലെ എടക്കൽ ഗുഹയുടെ ഒരു 10 ഇരട്ടി വലിപ്പമെങ്കിലും ഈ ഗുഹയ്ക്കുണ്ട്. ഇവിടുന്ന് കാണുന്നതല്ല കേട്ടോ, ഇതിന്റെ അകത്തേക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട്. നല്ല ദൂരമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ദൂരം ഉണ്ടെന്ന്. ഈ മല കയറാൻ ഞാനില്ലേന്നും പറഞ്ഞിട്ട് മമ്മിയും കുഞ്ഞും താഴെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കേട്ടോ മല കയറാൻ പോയത്. മമ്മിയുടെ ആ തീരുമാനം നല്ലതായിരുന്നെന്ന് ഞങ്ങൾക്കത് കയറാൻ തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത്. ഒരാള് ഏത് വലിയ മൂത്തായാലും എല്ലാം കീഴടക്കുമായിരുന്നു. അമ്പലം പോലെ ഉണ്ടാക്കിയിട്ട് ടെമ്പിൾ. ഞങ്ങളാണെങ്കിൽ ആ കള്ളിപ്പാറമലയിൽ ഞാനായിരുന്നു പിള്ളേരോടെ ഉണ്ടല്ലോ. മുകളിൽ കയറൊക്കെ ആയിട്ട് പോയിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി കല്ലിൻ്റെ അത്രയായിട്ട് നീ വിളിച്ച സുഭാഷ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. സുഭാഷ് മലയാളികൾ ആരെങ്കിലും അല്ലെങ്കിൽ സുഭാഷ്. ഇതിലായിരുന്നു നമ്മൾ ഇറങ്ങിയായിരുന്ന.
കേറി വേണം മക്കളെ. വാതിലിന്റെ ഞാൻ നടക്കണ വാതില് നീ പോകാൻ തുറന്നു പറഞ്ഞിട്ട് ഇതുപോലെ സ്ഥലത്തേക്ക് തെന്നിതിനെ പോലെ അകത്തിങ്ങനെ പുള്ളയായിരുന്നിരിക്കും. അങ്ങനെ നമ്മുടെ ബോറോ കേവ് മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കണ്ടു കേട്ടോ. കിഴക്കൻ ഘട്ടങ്ങളിലേക്കുള്ള യാത്ര ചെയ്താൽ ബോറോ ഗുഹകൾ കണ്ടില്ലെങ്കിൽ യാത്ര പൂർത്തിയാകില്ല. പ്രകൃതിയും ചരിത്രവും ദൈവകഥകളും ചേർന്ന് നിൽക്കുന്ന അത്ഭുതമാണിത്. നമ്മുടെ മുമ്പേ വന്നവര് അവിടെ ജസ്റ്റ് അവിടെ കണ്ടിട്ട് പോയിരുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ആന്ധ്രാപ്രദേശിൽ വരുന്നുണ്ടെങ്കിൽ ഈ ബോറോ ഗുഹകൾ മിസ്സാക്കരുത് കേട്ടോ. മസ്റ്റായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ ഇത്. കുഞ്ഞിലേക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിളച്ച് വെള്ളം കൊണ്ടുവന്ന് ഫ്ലാസ്കിനകത്ത് പൊടിയെടുത്തിട്ട് നാറണം. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. മുള ബിരിയാണി കഴിക്കാൻ. മുള ബിരിയാണി പിന്നെ ഈ കയ്യിലിരിക്കുന്ന ബിരിയാണി ഇതാ കൊണ്ട് കൊടുത്തിട്ട് പകരത്തിന് ഒരു മുള ബിരിയാണി തരാമെന്ന് ചോദിച്ചു. ബിരിയാണി വീട്ടിൽ നിന്ന് ബിരിയാണി കേട്ട് കൊണ്ടുവന്നു. പശു 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 Basu, basu mama, at mama. കയ്യും തലയും പുറത്തിടരുത്. അപ്പോൾ ബോറോ കേവിലെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. എന്നാ വന്നത്? പശു ആണോ? പശു.